അടുത്തത് മകരക്കൂറാണ്. കാപ്രിക്കോൺ എന്നാണ് അതിന് പറയുക. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്. മകരം രാശിക്കാർക്ക് 6ാം ഭാവത്തിലാണ് വ്യാഴം. അതുപോലെ തന്നെ ശുക്രനും ഈ 6ാം ഭാവത്തിൽ വരുന്നു. ശത്രുഭാവം എന്നാണ്, അഥവാ രോഗസ്ഥാനം അഥവാ ശത്രുസ്ഥാനം എന്നൊക്കെയാണ് ഈ 6ാം ഭാവത്തിന് പറയുന്നത്. അവിടെ ഈ പറയുന്ന യോഗം അത്ര നല്ലതല്ല. എങ്കിൽ പോലും ചില ഗുണങ്ങളും അതുകൊണ്ട് പറയാവുന്നതാണ്. അതായത് ചില മത്സരങ്ങളിലും ഒക്കെ വിജയമുണ്ടാവുക, ശത്രുക്കളിൽ നിന്ന് മോചനം കിട്ടുക, ഇതൊക്കെയും അതിൻ്റെ ഒരു ഗുണഫലമാണ്. എന്നാൽ പൊതുവേ അത്ര അനുകൂലമല്ല ഇവർക്ക്. ഈ പറയുന്ന മത്സര രംഗത്തും ഒക്കെ ഉള്ളവർക്ക് അനുകൂലമാണ് എന്ന് പറയാം എന്ന് മാത്രമേ ഉള്ളൂ. ജോലി രംഗങ്ങളിൽ കർമ്മഭാവത്തിൽ, അതായത് ജോലിയോ അല്ലെന്നുണ്ടെങ്കിൽ ബിസിനസ്സോ, അതിലൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. എങ്കിലും ഒരു വളർച്ച കാര്യമായിട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാൽ ധനസംബന്ധമായിട്ട് അനുകൂലം തന്നെയാണ്. സ്ഥിരമായിട്ടുള്ള വരുമാനം അവർക്കുണ്ടാവും. വലിയ നഷ്ടങ്ങളോ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. കുടുംബജീവിതത്തിൽ കുടുംബത്തിൻ്റെ പൊതുവെ ഒരു പിന്തുണ ലഭിക്കുന്ന കാലമാണ്. എങ്കിലും ചില അപകടങ്ങൾ, വാഹനാപകടങ്ങളോ ഒക്കെ കുടുംബം ഒന്നിച്ച് യാത്ര ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ചില അപകടങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ചില അസ്വസ്ഥതകളും ഒക്കെ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാഹന യാത്രയൊക്കെ വളരെ സൂക്ഷിച്ച് ചെയ്യുക. കഴിയുന്നത്ര കുടുംബവുമായിട്ട് പോകുമ്പോഴൊക്കെ സൂക്ഷിച്ച് പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർക്ക് ശനിക്ക് പൂജ ചെയ്യുക, ശനിക്ക് ശനിഗ്രഹ ശാന്തി ചെയ്യുക, അതിൻ്റെ ഹോമം, ദാനം. ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ദാനം വളരെ ഉത്തമമാണ്. കറുത്ത എള്ള്, അതുപോലെ കറുത്ത വസ്ത്രം, ഇരുമ്പ് പാത്രം മുതലായിട്ടുള്ളവ ചേർത്ത് ഒരു ഉത്തമനായിട്ടുള്ള ഒരു വ്യക്തിക്ക് പാപപരിഹാരാർത്ഥം ദാനം ചെയ്യുന്നതൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള ഫലം ചെയ്യും. ശനിക്ക് അതിൻ്റെ കാരകനാകുന്ന ദേവൻ ശാസ്താവാണ്. ആ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും യഥാശക്തി വഴിപാടൊക്കെ നടത്തുന്നതൊക്കെ വളരെ നല്ലതാണ്.